കുറ്റാരോപിതനായ വ്യക്തിക്ക് നിയമപരമായ പ്രതിരോധം നൽകുന്നത് ഒരു അഭിഭാഷകന്റെ തൊഴിൽപരമായ കടമ തന്നെയാണ്. എന്നാൽ അതിന്റെ പേരിൽ കുറ്റകൃത്യത്തെ ന്യായീകരിക്കുകയോ കുറ്റവാളിയെ നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുകയോ ചെയ്യുന്നത് ഒരിക്കലും ഒരു തൊഴിൽ കടമയായി കാണാനാവില്ല. അതെന്റെ ജോലിയാണ് എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളിൽ നിന്നും ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം ഒരു അഭിഭാഷകൻ കോടതിയിലെ ഒരു വാദക്കാരൻ മാത്രമല്ല, നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗവും സമൂഹത്തോടും നിയമത്തോടും ഉത്തരവാദിത്വമുള്ള വ്യക്തിയുമാണ്. ഒരാൾ എത്ര ഭീകരമായ കുറ്റം ചെയ്തുവെന്ന ആരോപണമുണ്ടായാലും അയാൾക്ക് നിയമപരമായ വിചാരണയ്ക്കും പ്രതിരോധത്തിനും അവകാശമുണ്ട്. പക്ഷേ ആ അവകാശം സത്യത്തെ വളച്ചൊടിക്കാനും തെളിവുകൾ കൃത്രിമമായി സൃഷ്ടിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും നീതിയെ അട്ടിമറിക്കാനുമുള്ള അവകാശമല്ല. ഇരകളുടെ വേദനയും സമൂഹത്തിന്റെ സുരക്ഷയും നീതിയുടെ വിശുദ്ധിയും മറന്ന് ഒരു കുറ്റാരോപിതനെ രക്ഷിക്കുക മാത്രമാണ് ലക്ഷ്യമെങ്കിൽ അതൊരു തൊഴിൽ എന്ന പരിധി കടന്ന് സാമൂഹിക ഉത്തരവാദിത്വത്തെ ചോദ്യം ചെയ്യുന്ന കാര്യമായി മാറും. നിയമം എല്ലാവർക്കും പ്രതിരോധത്തിനുള്ള അവകാശം നൽകുന്നു. എന്നാൽ നീതിയെ കബളിപ്പിക്കാനുള്ള അവകാശം ആർക്കും നൽകുന്നില്ല. ഒരു അഭിഭാഷകന്റെ യഥാർത്ഥ മഹത്വം കുറ്റവാളിയെ ഏതു വഴിയിലും രക്ഷിക്കുന്നതിലല്ല, നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്ന് സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നതിലാണ്.